ഓ എന്നിട്ട് നോക്കിയോ, അയ്യോ. നമസ്കാർ ഭായ് ഓർ ബഹനോ, നമ്മൾ ദീപാവലിയായിട്ടൊരു അടിപൊളി ഗൺ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെ കാർബൈഡൊക്കെ വെച്ച് നമ്മളൊരു അടിപൊളി ഗണ്ണായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ എല്ലാവരും ഞെട്ടും, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഞെട്ടുന്ന രീതിയിലുള്ളൊരു സൗണ്ടായിരിക്കും ആ ഒരു ഗണ്ണി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഗണ്ണ് ഉണ്ടാക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗൺ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PVC വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 4 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 അടിയോളം ഇതിന് നീളമുണ്ട്. അതുപോലെ തന്നെ 2 ഇഞ്ചിൻ്റെ പൈപ്പ്, അതും ഏകദേശം ഒരു 1.5 അടിയുണ്ട്. അതിനുശേഷം നമുക്ക് 4 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് ഉണ്ട്. അടുത്തായിട്ട് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ചിലോട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു റെഡ്യൂസർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊട്ടിക്കാനുള്ള ഒരു പശയും വേണം. പിന്നെ നമുക്കിത് ഗണ്ണിൻ്റെ നമുക്ക് ട്രിഗറായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗ്യാസ് ലൈറ്ററാണ് നമ്മൾ വീട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അമ്മമാരൊക്കെ അറിയാതെടുക്കണം, വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സൂക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ ലൈറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഒട്ടിക്കാനുള്ള പശയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫെവി ബോണ്ടാണ് എടുത്തേക്കുന്നത് ഒട്ടിക്കാനാണ്. അത് വെച്ചുള്ള പെട്ടെന്ന് ഒട്ടും. എന്നിട്ട് ഫെവി ബോണ്ട് എടുക്കുക. അതിനുശേഷം ബാക്ക് സൈഡിലായിട്ട് നമ്മൾ പശ തേക്കുക. നല്ലതായിട്ട് പശ തേച്ച് കൊടുക്കുക. ഇച്ചിരി നല്ലതായിട്ട് ഒട്ടിയിരിക്കണം, കാരണം അത് പ്രഷർ വരുമ്പം ഇത് ക്യാപ്പ് ഇളകി പോകാൻ പാടില്ല. അപ്പോൾ നല്ലതായിട്ട് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കുക. ഇത് അതിനുശേഷം നമ്മുടെ റെഡ്യൂസർ എടുക്കുക. ഇത് ഇറക്കുക ഫുള്ള്. കണ്ടോ, നല്ലതായിട്ട് പശ അതിനകത്ത് ഇറങ്ങി. എന്നിട്ട് ഇച്ചിരി അമക്കി ഇറക്കി കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടോ, ഇതിനെല്ലാ സൈഡിലങ്ങ് അങ്ങോട്ട് സൈഡിലോട്ട് തേച്ചങ്ങ് കൊടുക്കുക. മൊത്തം അങ്ങോട്ടോട്ട് ഇതിപ്പോൾ നല്ല പക്കയായിട്ട് ഒട്ടിയിരിക്കും. ഉണങ്ങട്ടെ, ഒരു കുറച്ച് നേരം വെച്ചാൽ 1 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഈ സംഭവം സെറ്റാവും. ഇപ്പോൾ തന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലും ഇതേപോലെ സെയിം പശ തേച്ച് കൊടുക്കുക. നല്ലതായിട്ട് അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ അതിനകത്ത് ഉറച്ചിരിക്കത്തുള്ളൂ, അല്ലെ ഇളകി പോകും. എന്നിട്ട് നമ്മുടെ കുറച്ചും പൊട്ടിച്ചേക്കുന്ന റെഡ്യൂസറിലേക്ക് കണക്ട് ചെയ്യുക. ഇത് നല്ല രീതിയിൽ ഇറക്കി മുക്കി അങ്ങോട്ട് കൊടുക്കുക. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സെയിം ആയിട്ട് ആ ഒരു ഭാഗത്ത് ആ എക്സസ് വന്ന പക്ഷെ മൊത്തം അവിടെ റൗണ്ടിലങ്ങ് തേച്ച് കൊടുക്കുക. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണങ്ങട്ടെ. അവിടെ ഇരുന്നിട്ട് ഈ ഒരു എൻഡ് ക്യാപ്പിൽ നമ്മുടെ ഈ ഗ്യാസ് ലൈറ്റർ കയറി ഇരിക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു ഹോൾ ഇടണം. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡ് ക്യാപ്പിനകത്തൊരു ഹോൾ ഇട്ടു. അതിനുശേഷം നമ്മൾ ഗ്യാസ് ലൈറ്ററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതൊരു പഴയ ഗ്യാസ് ലൈറ്ററാണ്, പുതിയൊന്നുമല്ല. എന്നിട്ട് നമുക്ക് ഇനി ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതിൻ്റെ തൊട്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ പശ തേക്കണം. നോക്കിക്കോ, ഇതിൻ്റെ ബാക്കിലും സെയിം ആയിട്ട് പശ തേക്കണം. എന്നിട്ട് ഇത് ഇറക്കി കൊണ്ട് കൊടുക്കണം. സെറ്റ് ഇറങ്ങി. അപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് കാർബൈഡ്. എന്ന് പറഞ്ഞ കെമിക്കൽ. ഇത് വെച്ചാണ് നമ്മൾ ആ ഒരു ഗണ്ണിൻ്റെ പവർ നമ്മൾ പുറത്തെടുക്കാൻ പോകുന്നത്. ഇതും വെള്ളമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഒരു ഫ്ലെയിമബിൾ ഗ്യാസ് ആ സമയത്ത് പ്രൊഡ്യൂസ് ആവും. അത് വെച്ചാണ് നമ്മൾ ഈ ഗൺ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് കാർബൈഡ്. ഇതിന് ഏകദേശം ഒരു 20 രൂപയോളം, 100 ഗ്രാമോളം, 100 ഗ്രാമിൽ കൂടുതലുണ്ട് ഈ ഒരു കാർബൈഡ്. ഇതൊക്കെ എല്ലാ ഷോപ്പുകളിലും, കെമിക്കൽ ഷോപ്പുകളിലെല്ലാം കിട്ടുന്ന ഒരു സാധനമാണ് കാർബൈഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഗണ്ണിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഗണ്ണിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറിയൊരു വ്യത്യാസം ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റേ രീതിയിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ നിന്ന് ഒഴിക്കുമ്പോൾ ഈ ലൈറ്ററിനകത്ത് വെള്ളം കയറിയിട്ട് അത് സ്പാർക്ക് വരാത്തൊരവസ്ഥ വരുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ടു. അതിനുശേഷം ഈ 4 ഇഞ്ചിൻ്റെ പൈപ്പ് തന്നെ കുറച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് നടുക്കൂടെ കീറിയിട്ടേക്കുവാണ്. ഇങ്ങനെ ഒരു കവറിങ്ങിന് വേണ്ടി ജസ്റ്റ് ചുമ്മാ കയറ്റിയിട്ടേക്കുവാണ്. ഇത് നമ്മളപ്പോൾ എങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇതിനകത്തേക്ക് നമ്മുടെ കാർബൈഡ് ചെറിയൊരു പീസാണ് ഇട്ടു. അതിനുശേഷം ഞാൻ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്തു. എന്നിട്ട് കാർബൈഡിനകത്ത് കിടപ്പുണ്ട്. കുറച്ച് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു തന്നെ റിയാക്ഷൻ നടക്കുവാണ്. ഇതിനകത്ത് കണ്ടോ, പുക വരുന്നുണ്ടോ, റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം തന്നെ ഇതങ്ങ് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിനകത്ത് ഇതിൻ്റെ ആ ഒരു ഫ്ലെയിമബിൾ ഗ്യാസ് ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിമബിൾ ഗ്യാസ് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യും. ആ സമയത്തൊന്ന് ഫില്ലായി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം,
ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കണം സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഇട്ടാവും. എന്നിട്ട് നേരെ എന്നെ കമത്തി പിടിച്ചിട്ട് ആ കാർബൈഡിൻ്റെ പീസ് അങ്ങ് തറയിൽ പോകണം. എന്നിട്ട് നമ്മളിങ്ങനെ കൊണ്ട് വെച്ചിട്ട് നോക്കിയോ, എങ്ങനെയുണ്ട് കണ്ടോ, തീ പറക്കും ഇതിനകത്ത് നിന്ന്. ഇങ്ങനെയാണ് ഈ ഒരു സാധനം ഇപ്പോൾ വർക്കാവുന്നത്. അപ്പോൾ വെള്ളം കുറച്ചേ ഒഴിക്കാവുള്ളൂ. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളമെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ സാധനം കുറച്ച് നേരത്തിന് വർക്കാവത്തില്ല. വെള്ളം ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ തിരിച്ച് വർക്കാവും. അപ്പോൾ വെള്ളം ഒത്തിരി ഒഴിക്കാതിരിക്കുക. ഇതേ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയൊക്കെ ഇതുപോലെ പടക്കത്തിന് പകരം ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ കാർബൈഡൊക്കെ അതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയോ, കുറച്ച് വെള്ളം. എന്നിട്ട് കുപ്പി അങ്ങോട്ട് മാറ്റി വെച്ചോ. ഗ്യാസ് ഒന്നിറങ്ങി അടയ്ക്കുക. ജസ്റ്റ് ഒന്ന് സാധനം ഒന്ന് കുലുക്കി കൊടുക്കുക എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ കാർബൈഡ് നേരെ അങ്ങ് തറ കളയുക. കണ്ടോ, എന്നിട്ട് നോക്കിയോ, അയ്യോ കുപ്പിയൊക്കെ ഇതൊക്കെ ചൂടായി എൻ്റെ അമ്മു. ഓ അപ്പോൾ നമ്മുടെ കാർബൈഡ് വെച്ചുള്ള ഗണ്ണ് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കാർബൈഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടി. പിന്നെ നല്ലത് ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇളകിപ്പോയും നല്ല പ്ലാസ്റ്റിക്കുള്ള പൈപ്പൊക്കെ ഉപയോഗിച്ചില്ല ഇത് പൊട്ടിത്തെറിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം മാത്രം ചെയ്യുക. അപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കാരണം പൊള്ളലൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ദീപാവലിയാണ്, നിങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം. പൊള്ളലും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നൊരു ചാൻസാണ് ദീപാവലിക്കൊക്കെ. അപ്പം എല്ലാം സൂക്ഷിച്ചും കണ്ടും മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതിന് വരെ ബൈ ബൈ. അതുപോലെ തന്നെ ഹാപ്പി ദീപാവലി. ടാറ്റാ.